താനൂർ തൂവൽ തീരം കണ്ണീർ തീരമായിട്ട് 2 വർഷം തികയുന്നു. 22 പേരുടെ ജീവനെടുത്ത ബോട്ട് ദുരന്തം നടന്നത് 2023 മെയ് 7-നാണ്. തൂവൽ തീരത്തെ ജീവന് വേണ്ടിയുള്ള നിലവിളിയുടെ അലയൊലികൾ ഇന്നും മുഴങ്ങുന്നുണ്ട്. 2 വർഷം പിന്നിടുമ്പോഴും അപകടത്തിന്റെ കാരണക്കാരെ തേടിയുള്ള അന്വേഷണം ഇന്നും ഒച്ചിഴയുന്ന വേഗത്തിലാണ്. 2 വർഷം പിന്നിട്ടു. തൂവൽ തീരത്തെ ആഴങ്ങളിലേക്ക് 22 മനുഷ്യജീവനുകൾ ശ്വാസം കിട്ടാതെ ആണ്ടുപോയിട്ട്. പലരും പലതും മറന്നു തുടങ്ങിയെങ്കിലും മരിച്ചവരുടെ ഉറ്റവരുടെ കണ്ണുനീർ ഇന്നും തോർന്നിട്ടില്ല. അധികാരികൾ പോലും പലതും മറന്നു തുടങ്ങി. 2023 മെയ് 7-ന് ഒരു പെരുന്നാൾ സന്തോഷത്തിലേക്കാണ് ആ 22 പേരുടെ ജീവനുകൾ മുങ്ങിത്താഴ്ന്നത്. കണ്ണീർ തീരമായ തൂവൽ തീരത്ത് ഇന്നും കേൾക്കാം ആ നിലവിളി. 15 കുട്ടികളടക്കം 22 പേരുടെ ജീവനു വേണ്ടി കീഴുന്ന നിലവിളിയുടെ അലയൊലികൾ. നഷ്ടപ്പെട്ടത് മരിച്ചവരുടെ ഉറ്റവർക്കും ഉടയവർക്കും കൂട്ടുകാർക്കുമായതിനാൽ തന്നെ അധികാരികൾക്ക് ഇക്കാര്യത്തിൽ വർഷാവർഷം നടക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണുള്ളത്. ഉറ്റവരും ഉടയവരും ഇന്നും തോരാത്ത കണ്ണീരുമായി കഴിയുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഏറെ പേരും ഇന്ന് ജോലിക്ക് പോലും പോകാനാവാത്ത ദുരവസ്ഥയിൽ നീറിക്കഴിയുകയാണ്. പഴകി ദ്രവിച്ച ഒരു മത്സ്യബന്ധന ബോട്ട് നിറം പൂശി യാത്രാ ബോട്ടാക്കി പണത്തിനു വേണ്ടി നിയമങ്ങളെ വെല്ലുവിളിച്ച് നീരണിഞ്ഞപ്പോൾ 22 പേരുടെ കുടുംബങ്ങൾക്ക് ആ പെരുന്നാൾ മുതലിങ്ങ് എല്ലാ പെരുന്നാളും ചോരാത്ത കണ്ണീർ മാത്രം ബാക്കിയാക്കി. പെരുന്നാളിന് തീരത്താരംഭിച്ച ബോട്ട് സവാരിയെക്കുറിച്ച് നാട്ടുകാരും മറ്റും നൽകിയ മുന്നറിയിപ്പുകളും അവഗണിച്ചാണ് ബോട്ട് മുതലാളിയും സംഘവും യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ബോട്ട് ഓടിച്ചിരുന്ന സ്ട്രാങ്കിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റുകളും നൽകിയിരുന്നുമില്ല. സൂര്യാസ്തമയത്തിനു ശേഷം ഇരുട്ടിലൂടെ നടത്തിയ ജലയാത്ര ദുരന്തയാത്രയായി. ഇത്രയും വലിയ ദുരന്തം നടന്നിട്ടും 2 വർഷമായപ്പോഴേക്കും എല്ലാവരും എല്ലാം മറന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഇന്നും അകലെയാണ്. ദുരന്തത്തെ തുടർന്ന് കർശനമാക്കിയിരുന്ന സുരക്ഷാ നടപടികൾ മിക്കതും ക്രമേണ അയഞ്ഞു. വർഷം 2 തികയുമ്പോഴും അന്വേഷണം എവിടെയും എത്തിയില്ല. ന്യൂസ് ഡെസ്ക് NCV. എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്രത്താണി.